ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമാ, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗമേഷമാ, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. അർപ്പകരായി തീരാൻ, അർച്ചനയായി തീരാൻ സദയം വരുമോ നാഥ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ 32ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സർവശക്തനായ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവിടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി അർപ്പിക്കാം. വിവേകപൂർവം പെരുമാറുവാനുള്ള, വിവേകപൂർവം ജീവിതത്തിൽ വർത്തിക്കുവാനുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ ദൈവവചന ഭാഗങ്ങൾ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം തന്നെ ആ വിവേകം ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ നമ്മൾ പ്രകടിപ്പിക്കുക എന്നതാണ്. ഇന്നത്തെ ആദ്യത്തെ വായനയും രണ്ടാമത്തെ വായനയും സുവിശേഷവും ഈശോ രണ്ടാമതും വരുമ്പോൾ അവിടത്തേക്ക് വേണ്ടി വിവേകത്തോടെ കാത്തിരിക്കുന്ന ആ കന്യകമാരെ പോലെ ആയിത്തീരുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം അർപ്പിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളോർത്ത് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തിയുമേ.
സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹിമേകിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈകശക്തനാം ദൈവമേ നാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താഴാം ദൈവത്തിൻ സൂനുവേ. അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങളുടെ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമായിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനം നാദനം, അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, സകല വിപത്തുകളും ഞങ്ങളിൽ നിന്ന് ദയാപൂർവം അകറ്റണമേ. അങ്ങനെ മനസ്സിലും ശരീരത്തിലും ഒന്നുപോലെ മോചിതരായി അങ്ങേക്കുള്ളവ സ്വതന്ത്ര മനസ്സോടെ ഞങ്ങൾ പിഞ്ചൊല്ലുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന്. തേജസ്സുതാണ് ജ്ഞാനം, അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. അവളെ തേടുന്നവർ കണ്ടെത്തുന്നു. അത് അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു.
പ്രഭാതത്തിൽ ഉയർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തു നിൽപ്പുണ്ട്. അവളിൽ ചിന്തുറപ്പിക്കുന്നതാണ് വിവേകത്തിൻ്റെ പൂർണ്ണത. അവളുടെ കാര്യത്തിൽ ജാഗ്രതയുള്ളവൻ ദുഃഖവിമുക്തമാകും. യോഗ്യതയുള്ളവരെ ജ്ഞാനം അന്വേഷിച്ചു ചെല്ലുന്നു. അവരുടെ ചിന്തകളിലും പാതകളിലും അവൾ കനിവോടെ പ്രത്യക്ഷപ്പെടുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങിവരേണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തി മഹത്വം ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മഞ്ചയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേയ്ക്ക് ആനന്ദഗാനം ആലപിക്കും. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതൻ്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജാഗരൂകരായിരിക്കുവിൻ, അതുപോലെ തയ്യാറായിരിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ മനുഷ്യപുത്രൻ എപ്പോഴാണ് വരികയെന്ന് നിങ്ങൾക്ക് നിശ്ചയമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം.
അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ അരുളി ചെയ്തു. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്ന് ഉറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റ് കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഈ ഉപമ. 10 കന്യകമാരുടെ ഉപമ എന്ന പേരിൽ. ഈശോയുടെ ആ ഉപമ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് യഹൂദരുടെ പാരമ്പര്യങ്ങളെക്കുറിച്ചും അവരുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ചുമൊക്കെ കൂടെ മനസ്സിലാക്കിയാൽ ഈ ഉപമയുടെ ഒരർത്ഥം കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോയുടെ എല്ലാ ഉപമകളെയും പോലെ തന്നെ തീർത്തും യഹൂദ പാരമ്പര്യത്തിൽ നിന്ന്, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഉപമയാണിത്. ഇത് ഒരു വിവാഹ ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമാണ് ഈ ഉപമയ്ക്ക് ഉള്ളത്. യഹൂദരുടെ വിവാഹ ആഘോഷത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതിന് 3 ഘട്ടങ്ങളാണുള്ളത്. ഒരു വിവാഹം ആഘോഷം നടക്കുന്നത് 3 ഘട്ടങ്ങളായിട്ടാണ്. ആദ്യത്തേത്, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പുരുഷൻ സ്ത്രീയുടെ ഭവനത്തിൽ, അവളുടെ മാതാപിതാക്കളുടെ അടുത്ത് ചെന്നിട്ട് അവർ വിവാഹ നിശ്ചയം നടത്തുന്നു. വിവാഹ നിശ്ചയം നടത്തി കഴിയുമ്പോൾ തന്നെ അവർ നിയമപരമായി ഭാര്യ ഭർത്താക്കന്മാരായിട്ട് തന്നെ കണക്കാക്കപ്പെടും. അതുകൊണ്ടാണ് ജോസഫും മറിയവും, ഈശോയുടെ മാതാപിതാക്കന്മാരായ ജോസഫും മറിയവും, അവർ വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ, അവർ ഒന്നിച്ചിട്ടില്ലാതിരിക്കെ മറിയം ഗർഭിണിയായി കാണപ്പെട്ടു. അതാണ് അവിടെ ആ സമൂഹത്തിലൊരു പ്രശ്നമായി മാറാനുള്ള സാധ്യത. അപ്പോൾ രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ, ഈ വിവാഹം ചെയ്തതിന് ശേഷം, ആ വിവാഹ നിശ്ചയം ചെയ്തതിന് ശേഷം ഈ വരൻ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോരും. തിരിച്ചു വന്നിട്ട് തൻ്റെ വധുവും കൂടെ വരുമ്പോൾ അവൾക്ക് കൂടെ താമസിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ വീടിനോട് ചേർന്ന് മറ്റൊരു റൂം കൂടെ എടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ മറ്റൊരു ഭവനം തന്നെ അവിടെ പണിയുമായിരിക്കും. അവൾക്ക് വേണ്ടി അത് പണിയുന്നു. എന്നിട്ട് വധുവിൻ്റെ അടുക്കൽ ചെന്നിട്ട്, ആ വധുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവളെ ആഘോഷപൂർവ്വം
തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ ഒരിക്കൽ പറയുന്നുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥാനങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല. ഞാൻ പോയി നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കും, എന്നിട്ട് ഞാൻ വീണ്ടും വന്ന് ഞാൻ എവിടെയായിരിക്കുന്നുവോ അവിടെ നിങ്ങളും ആയിരിക്കേണ്ടതിന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന്. ഇത് വളരെ യഹൂദമായ ഒരു വിവാഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്. അപ്പോൾ അതിലൂടെ ഈശോ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ? ഞാൻ മണവാളനാണ്, സഭ മണവാട്ടിയാണ്. അപ്പോൾ മണവാളൻ എവിടെയാണോ ആയിരിക്കേണ്ടത് അവിടെയാണ് മണവാട്ടി ആയിരിക്കേണ്ടത്. മണവാളൻ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെയാണോ മണവാട്ടിയും ആയിരിക്കേണ്ടത്. അപ്പോൾ ഈശോ പറയുന്നത് എന്താ? ഞാൻ പോയിട്ട് പിതാവിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കും, എൻ്റെ വധുവിന് വേണ്ടി, എൻ്റെ മണവാട്ടിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. എന്നിട്ട് ഞാൻ വന്നിട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ ഇതൊക്കെ വിവാഹത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈശോ പറയുന്നത്. അങ്ങനെ ഈ നമ്മൾ വീണ്ടും വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരിക. അപ്പോൾ ഈ വരൻ തിരിച്ച് വധുവിൻ്റെ വീട്ടിൽ വന്നിട്ട് വളരെ ആഘോഷപൂർവ്വം വധുവുമായിട്ട് ഒരു ഘോഷയാത്രയായിട്ടാണ് വരൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിവാഹ വിരുന്നാണ്. പിന്നെ അത് ചിലപ്പോഴൊക്കെ 7 ദിവസം വരെ നീണ്ടു നിൽക്കും. എന്നിട്ട് അവർ വിവാഹ വിരുന്നിൻ്റെ അവസാന ദിവസമാണ് ഈ വധുവും വരനും ഒരുമിച്ച് താമസിക്കുന്നത്. അതോടെയാണ് വിവാഹ ചടങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ 3 ചടങ്ങുണ്ട്, 3 ഘട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സുവിശേഷത്തിൽ കേട്ട ഈ കന്യകമാരുടെ ഉപമ ഈ 2ാമത്തെ ഘട്ടമാണ്. വധുവിൻ്റെ വീട്ടിൽ വന്നിട്ട് വരൻ തൻ്റെ വധുവുമായിട്ട് തൻ്റെ വിവാഹ വിരുന്നിൻ്റെ ശാലയിലേക്ക് പോകുന്ന ആഘോഷയാത്ര. അപ്പോൾ നമുക്കറിയാം, ഇന്ന് നമ്മുടെയൊക്കെ വിവാഹങ്ങളിൽ നമ്മൾ കാണുന്നതാണ് ബ്രൈഡ്സ് മെയ്ഡ്സ്, ബ്രൈഡിനെ വധുവിനെ അനുഗമിക്കുന്നവർ. അതുപോലെ തന്നെ വരനെയും അനുഗമിക്കുന്നവരുണ്ടാവും, ബ്രൈഡ് ഗ്രൂംസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ വാക്കുകൾ തന്നെ വരുന്നത് ഇപ്പം മെയ്ഡ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ മെയ്ഡൻ, കന്യക. ആ കന്യകയിൽ നിന്ന് അവിവാഹിതയായ സ്ത്രീകൾ, അവരാണ് ഇവരെ അനുഗമിച്ചിരുന്നത്. ഗ്രീക്ക് ഭാഷയിൽ അത് പാർത്തിനോസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, കന്യക എന്ന വാക്ക്. അപ്പോൾ ഇവരങ്ങനെ വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വധുവിനോടൊപ്പം പോകാനുള്ളവരാണ് ഈ 10 കന്യകമാർ. അപ്പോൾ അവരിൽ സുവിശേഷം പറയുന്നു, അവരിൽ 5 പേർ വിവേകവതികളായിരുന്നു, 5 പേർ വിവേകശൂന്യകളായിരുന്നു. ഈശോയുടെ ഉപമകൾ നമ്മൾ വായിക്കുമ്പോഴെപ്പോഴും ഈശോയുടെ ഉപമകളിൽ ചില പ്രത്യേകമായ ട്വിസ്റ്റുകൾ എപ്പോഴും ഉണ്ടാകും. എല്ലാ ഉപമകളിലും തന്നെ നമ്മൾ സൂക്ഷ്മമായി നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാവും. അതായത് എന്താണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന് വിരുദ്ധമായിട്ട് സംഭവിക്കും. ഒരു വരൻ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് വരാനായിട്ട് വൈകില്ല ഒരിക്കലും. പക്ഷേ ഈശോയുടെ ഉപമയിൽ വരൻ വരുന്നത് അർദ്ധരാത്രിയിലാണ്. അപ്പോൾ അവരവിടെ ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ അർദ്ധരാത്രിയായപ്പോൾ വരൻ മണവാളൻ എത്തുന്നു. മണവാളനെ എതിരേൽക്കുവാനായിട്ട് എല്ലാവരും പുറത്തേക്ക് വരിക എന്നുള്ള ശബ്ദമുണ്ടാകുന്നു. അപ്പോൾ വിവേകശൂന്യകളായിട്ടുള്ള കന്യകകളുടെ വിളക്കിലെ എണ്ണയില്ലാതെയാകുന്നു. അവർ വിവേകവതികളോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരിക. അപ്പോൾ അവർ ഭയങ്കര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. അവർ പറയുന്നു, ഞങ്ങൾ തരില്ല, നിങ്ങൾ പോയി വിൽപ്പനക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങുക. അവിടെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നത് പാതിരാത്രി എവിടെയാണ് വിൽപ്പനക്കാരുള്ളത്? നമ്മുടെ ഇന്നത്തെ കാലഘട്ടം കൂടെ അല്ലാതെ 1-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ അവർക്കത് സംഭവിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. എന്നിട്ട് വിവേകവതികളായ കന്യകൾ അവർ വരനോടൊപ്പം ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുകയും അവർ വിവാഹത്തിൻ്റെ വിരുന്നുശാലയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വിവാഹത്തിൻ്റെ വിരുന്ന് എപ്പോഴും വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും പറയുന്നത്, സ്വർഗത്തെക്കുറിച്ച് പറയുന്നത് എപ്പോഴും വിവാഹത്തിൻ്റെ വിരുന്നുശാല എന്നാണ്. വിവാഹ വിരുന്നിൻ്റെ ശാലയായിട്ടാണ് സ്വർഗത്തെ എപ്പോഴും പറയുക. നമ്മൾ 3-4 ആഴ്ചകൾക്ക് മുൻപ് ഒരു സുവിശേഷ ഭാഗം ഉണ്ടായിരുന്നു, വിവാഹ വിരുന്നുശാലയിൽ വിവാഹ വസ്ത്രമില്ലാതെ കയറിപ്പറ്റിയ ഒരാളെക്കുറിച്ച്. എന്നിട്ട് അയാളെ അവർ പുറത്തെ അന്ധകാരത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത്, വിവാഹ വസ്ത്രമില്ലാതിരുന്നത് കൊണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ ഈ വിവേകശൂന്യകളായിട്ടുള്ള കന്യകമാർ പുറത്തു വന്നിട്ട് മുട്ടുകയാണ്, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വരൻ വന്നിട്ട് അതും ഒരു സാധാരണ കാര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. ആ വരൻ വന്നിട്ട് ഇവരോട് പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ അറിയുന്നില്ല.
എന്നിട്ട് അവരുടെ മുഖത്തിന് നേരെ വാതിൽ കൊട്ടിയടച്ചു. വിവാഹ വിരുന്നുശാലയിൽ നിന്ന് അവർ പുറന്തള്ളപ്പെടുകയാണ്. അന്ന് ആ ഉപമ പറഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞായിരുന്നു, സ്വർഗത്തെക്കുറിച്ച് 2 കാര്യങ്ങളാണുള്ളത്, സ്വർഗവും നരകവും. വിവാഹ വിരുന്നിൻ്റെ ശാലയിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് സ്വർഗം. വിവാഹ വിരുന്നിൽ നിന്ന് പുറന്തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ പറയുന്നത് പുറത്തെ അന്ധകാരത്തിലേക്ക്, ഔട്ടർ ഡാർക്ക്നെസ്, പുറത്തെ അന്ധകാരമാണ് നരകം, അവിടേക്ക് തള്ളപ്പെടുക എന്നാണ്. നമ്മുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ വാക്കിൽ അത് പറയുന്നുണ്ട്. ദ ഇറ്റേണൽ സെപ്പറേഷൻ ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് നിത്യമായി മാറ്റപ്പെടുക, ദൈവത്തിൽ നിന്ന് നിത്യമായി മാറ്റപ്പെടുക, അതാണ് നരകം. അപ്പോൾ സുവിശേഷം വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയാണ്, സ്വർഗം ഉള്ളതുപോലെ തന്നെ സത്യമാണ് നരകവും ഉള്ളത്. പിന്നെ വീണ്ടും നമ്മൾ ഉപമയിലേക്ക് വരുമ്പോൾ ഈശോയുടെ ഉപമകൾക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഉപമയുടെ അവസാനം ചില വാക്കുകളിൽ ഈശോ ഉപമ വിശദീകരിക്കും. ചില സമയത്ത് അത് വലിയ വിശദീകരണമായിരിക്കും. ഇപ്പോൾ വിധക്കാരൻ്റെ ഉപമയൊക്കെ ഈശോ വളരെ വിശാലമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ചില സമയത്ത് 1-2 വാക്കുകൾ കൊണ്ട് അവിടെ നിന്ന് അതിനെ വിശദീകരിക്കും. ഇവിടെ ചെറിയൊരു വാചകം കൊണ്ടാണ് ഈശോ അത് വിശദീകരിക്കുന്നത്. ഈശോ പറയുന്നു, അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. ഇതാണ് ഈ ഉപമയുടെ സത്ത. ജാഗരൂകരായിരിക്കുവിൻ, ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ദിവസവും മണിക്കൂറും? ഈശോയുടെ 2ാമത്തെ വരവിൻ്റെ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നമ്മളെല്ലാ ഞായറാഴ്ചകളിലും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുകയാണ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വേണ്ടി അവിടുന്ന് വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈശോയുടെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് സുവിശേഷം മുഴുവനും വായിച്ചു കഴിയുമ്പോൾ നമുക്ക് വലിയ സൂചനകൾ ലഭിക്കുകയാണ്. ഈശോ ഒരു സാധാരണ വിവാഹത്തെക്കുറിച്ചല്ല പറയുന്നത്, ഈശോ ഒരു സാധാരണ വരനെക്കുറിച്ചല്ല പറയുന്നത്, ഈശോ സാധാരണ കന്യകമാരെക്കുറിച്ചല്ല പറയുന്നത്. ഈശോ ഈ സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഈ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈശോ കുറെ കൂടെ ഉന്നതമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുകയാണ്. അതിതാണ് സ്വർഗരാജ്യം. സ്വർഗരാജ്യം എന്നാൽ ഒരു വിവാഹ വിരുന്ന് പോലെയാണ്. അവിടേക്ക് പ്രവേശിക്കുവാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈശോയാണ് ആ സ്വർഗരാജ്യത്തിലെ ആ വിവാഹ വിരുന്നിൻ്റെ വരൻ. ഇവിടെ അവർ വന്ന് മുട്ടി വിളിക്കുന്നത്, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നാണ്. ഈ കർത്താവേ എന്നുള്ളതിൻ്റെ വാക്ക് ക്യൂരിയോസ് എന്നതാണ് ഒരു വാക്ക്, ആ ഗ്രീക്ക് വാക്ക്. ആ ക്യൂരിയോസ് എന്നുള്ള വാക്ക് ഈ സുവിശേഷമൊക്കെ എഴുതുന്ന സമയത്ത് ഈശോയെ മുൻപ് അത് രാജാക്കന്മാരെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുമായിരുന്നു, വലിയ വലിയ പ്രഭുക്കന്മാരെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ക്രൈസ്തവരുടെ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വാക്ക് ക്യൂരിയോസ്, കർത്താവേ എന്നുള്ള വാക്ക് ഈശോയെ മാത്രം ഉപയോഗിക്കുന്ന, ഈശോയെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അവരെ ചോദിക്കുന്നത് ആരോടാ? ഈശോയെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്നാണ്. ഈ 10 കന്യകമാർ സഭയുടെ പ്രതീകങ്ങളാണ്. സഭയുടെ പ്രതീകം, സഭയുടെ 2 തലങ്ങളാണ്. ഒരുങ്ങിയിരിക്കുന്ന സഭ, ഒരുക്കമില്ലാതിരിക്കുന്ന സഭ. ഒരുങ്ങിയിരിക്കുന്നവർ, ഇവിടെ പറയുന്നത് അതേ വാക്ക് തന്നെയാണ്. ഒരുങ്ങിയിരുന്നവർ അവരോടൊപ്പം അകത്ത് പ്രവേശിച്ചുവെന്ന്. ഒരുങ്ങിയിരിക്കുന്ന സഭ ഈശോയോടൊപ്പം ആ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരുക്കമില്ലാതിരിക്കുന്നവർ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുന്നു. ഇതാണ് അവസാന നാളുകളിൽ സംഭവിക്കുവാനുള്ളത്. ഈശോ പിന്നീട് ഒരിക്കലും ഇതേ വാക്കുകൾ തന്നെ ഈശോ പറയുന്നുണ്ട്. ഈശോയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും ഞങ്ങൾ നിൻ്റെ നാമത്തിൽ കുറേയധികം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈശോ അവരോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പം എന്താണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ വിരുന്നിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്കുള്ള യോഗ്യത എങ്ങനെയാണ്? ഈശോയെ അറിയുക. ഈശോ നമ്മെ അറിയുക.
എന്താണ് അറിയുക എന്ന് പറഞ്ഞാൽ ഈശോയുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാവുക. ഈശോയുടെ നാമത്തിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറേയധികം പൊതുപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഞാൻ കുറച്ച് ചാരിറ്റി ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈശോയുമായി വ്യക്തിപരമായി ഒരു ബന്ധമില്ല എങ്കിൽ ഈശോ നമ്മോട് പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാൻ നിന്നെ അറിയുന്നില്ല എങ്കിൽ നിനക്ക് എന്നോടുകൂടെ വിവാഹ വിരുന്നിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ ഈശോയെ അറിയുക, വ്യക്തിപരമായി ഈശോയുമായി ബന്ധമുണ്ടാവുക. നമ്മളൊക്കെ കുറേയധികം പ്രാർത്ഥിക്കുന്നവരാണ്, ദിവ്യബലിയിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. പക്ഷെ അവിടെയൊക്കെ ഈശോയുമായി വ്യക്തിപരമായി ഞാനും എൻ്റെ ഈശോയും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൈപിടിച്ച് നടക്കുവാൻ എനിക്ക് പിടിക്കുവാൻ ഒരു കരമുണ്ട്, ഈശോയുടെ ഒരു കരമുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഞാനും എൻ്റെ ഈശോയും. അത് വേറെ ആരോടും പറഞ്ഞ് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒരു ബന്ധമല്ല, ഞാനും എൻ്റെ ഈശോയും എന്നുള്ള ബന്ധം. അതിൽ ഏറ്റവും നമ്മെ സഹായിക്കുന്ന മാർഗങ്ങളാണ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര നേരം, ഒരു ദിവസം എത്ര നേരം ഞാൻ വ്യക്തിപരമായി ഈശോയോട് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്? വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട്, ഈശോയോട് സംസാരിക്കുവാനായിട്ട്, എൻ്റെ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെ ഈശോയുടെ മുൻപിലൊന്ന് തുറന്നു വയ്ക്കുവാനായിട്ട് എത്ര സമയം ഞാൻ ചെലവഴിക്കുന്നുണ്ട്? 24 മണിക്കൂറുണ്ട് ഒരു ദിവസത്തിൽ. അതിൽ എത്ര സമയം ഞാൻ ഈശോയുമായിട്ട് ചെലവഴിക്കുന്നുണ്ട്? രണ്ടാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ട, ഈശോയെ വ്യക്തിപരമായിട്ട് ഈശോയെ നമുക്ക് കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് ദിവ്യബലി അർപ്പണം. ഈശോ തൻ്റെ മുഴുവൻ സത്തയോടും കൂടെ, തൻ്റെ ദൈവികമായ സത്തയോടും കൂടെ, തൻ്റെ മാനുഷികമായ സത്തയോടും കൂടെ, തൻ്റെ ആത്മാവോടും ശരീരത്തോടും കൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഈ ദിവ്യബലിയിൽ വരുമ്പോൾ അത് എത്രമാത്രം സ്നേഹത്തോടെയും തീക്ഷ്ണതയോടെയും ആഗ്രഹത്തോടെയും കൂടെയാണ് നമ്മൾ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈശോയെ വ്യക്തിപരമായിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ്, ഈശോയെ അറിയുവാനും അനുഭവിക്കുവാനും. ഇന്നത്തെ രണ്ടാമത്തെ വായനയൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ്, ഈശോയുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അവരൊക്കെ കരുതി മണവാളൻ വരാൻ വൈകുന്നു. അപ്പം നമ്മൾ കരുതിയാണ് ഈശോയുടെ രണ്ടാമത്തെ വരവ് അയ്യോ വൈകുന്നു, അപ്പോൾ സംഭവിക്കില്ലേ എന്ന്. വൈകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചാണ് വൈകുന്നത്, മണവാളനെ സംബന്ധിച്ച് വൈകലില്ല. മണവാളൻ വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വന്നിരിക്കും. അപ്പോൾ ഒരുക്കമുള്ളവരായി കാണുക, വ്യക്തിപരമായി ഈശോയുമായി ബന്ധമുള്ളവരായി കാണുക. അപ്പോൾ ഈശോ നമ്മോട് പറയും, നീ എൻ്റെ കൂടെ വിവാഹ വിരുന്നിലേക്ക് പ്രവേശിക്കുക, ഞാൻ നിന്നെ അറിയുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിലേകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും
സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ദൈവപിതാവിൻ്റെ പുത്രനായ ഈശോയെ അവിടുന്ന് നമുക്കായി അയച്ചു. ആ ഈശോയുമായി വ്യക്തിപരമായ ബന്ധം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുസഭ അധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും എല്ലാ മെത്രാന്മാർക്കും വൈദികർക്കും സന്യാസിനികൾക്കും അവരുടെ പരിലാളനത്തിനായി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഇടവകയെയും നമ്മുടെ നാടിനെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. കോവിഡ് എന്ന മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ലോകം മുഴുവനെയും രക്ഷിക്കുവാനും രോഗികളായ എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും സൗഖ്യം കൊടുക്കുവാനും ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവരുടെ പ്രവർത്തനങ്ങൾ ഫലസമൃദ്ധങ്ങളാക്കി മാക്കിക്കൊണ്ട് അനുഗ്രഹിക്കണമേ എന്നും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലും സഹോദരങ്ങൾ തമ്മിലും ബന്ധുമിത്രാദികൾ തമ്മിലും അയൽക്കാരും തമ്മിലും സ്നേഹത്തിലും ഐക്യത്തിലും പരസ്പര വിശ്വാസത്തിലും സർവോപരി ദൈവ ആശ്രയ ബോധത്തിലും വളർന്നു വരുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാ ക്രൈസ്തവരും ക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമുണ്ടാകുവാനും ഈശോയെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി, തങ്ങളോടൊപ്പമുള്ള ഒരു വ്യക്തിയായി കണക്കാക്കി വിശ്വാസത്തോടെയും ദൈവാശ്രയബോധത്തോടെയും മുന്നോട്ട് നീങ്ങുവാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ മൗനമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ രക്ഷയ്ക്കായി അയച്ചുകൊണ്ട് അങ്ങയുടെ മുഖം ആ പുത്രനിൽ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുവല്ലോ. അങ്ങയുടെ മുഖം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ ഈശോയിൽ ഞങ്ങൾ അങ്ങയെ അറിയുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുവാൻ തക്കവിധം അവിടുന്നുമായി വ്യക്തിപരമായി ഞങ്ങളെ അടുപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സാധരമങ്ങേ
ഞങ്ങളിതാ കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ സാദരമങ്ങേ പാവന പാദം തേടി വരുന്ന ഞങ്ങളിതാ കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ നിൻ തിരുമാംസവും രക്തവുമാ തീർക്കണമേ കാഴ്ചകളെ നിൻ തിരുമാംസവും രക്തവുമാ തീർക്കണമേ കാഴ്ചകളെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണേ പാപം സർവം പോക്കണമേ സാധരമങ്ങേ പാവന പാദം തേടി വരുന്ന ഞങ്ങളിതാ കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നോട് സന്നിധിയിൽ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമസ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസമുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അർപ്പിക്കപ്പെട്ട ഈ ബലിവസ്തുക്കൾ സംപ്രീതിയോടെ അങ്ങ് കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ പുത്രൻ്റെ പീഠാസഹന രഹസ്യത്താൽ ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭക്തിസ്നേഹത്തോടെ ഞങ്ങൾ പിഞ്ചൊല്ലുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങളെ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ അത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. അങ്ങനെ അങ്ങ് സൃഷ്ടിച്ച എല്ലാറ്റിൻ്റെയും മേൽ അവൻ ഭരണം നടത്തുകയും അങ്ങേ വിസ്മയനീയമായ പ്രവൃത്തികളിൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടുമൊപ്പം അങ്ങയെ സ്തുതിച്ചുകൊണ്ട് ആഹ്ലാദപൂർവകമായ ആഘോഷത്തോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങ് മഹിമകളാം നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന
കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മറന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയാക്കി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളേണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ.
എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Corpus sanguinis Christi mi custodis cade vitam aeternam. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ കൈകളിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുക. നിങ്ങളുടെ വലത് കൈ ഇങ്ങനെ വെച്ചിട്ട് വലത് കൈയിലേക്ക് ഇടത് കൈ ഇപ്രകാരം വയ്ക്കുക. ഇങ്ങനെയാണ് ദിവ്യകാരുണ്യം സ്വീകരിക്കേണ്ടത്. ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷം വലത് കൈ കൊണ്ട് ദിവ്യകാരുണ്യം എടുത്ത് നാവിൽ വയ്ക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ആ ദിവ്യകാരുണ്യം ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ പാടുള്ളൂ. കൈകളിൽ ദിവ്യകാരുണ്യം പിടിച്ചുകൊണ്ട് നടക്കരുത്, അങ്ങോട്ട് പോകരുത്. എപ്പോഴും ഓർക്കുക, വലത് കൈ കൊണ്ട് എടുത്ത് നാവിലേക്ക് വയ്ക്കുക. ദിവ്യകാരുണ്യം സ്വീകരിച്ചതിന് ശേഷവും കരങ്ങളിലേക്ക് നോക്കുക. ആ ദിവ്യകാരുണ്യത്തിൻ്റെ തരികളോ പൊടികളോ അവിടെ ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ ഉൾക്കൊള്ളണം. അത് താഴെ വീഴുവാൻ ഇടയാവരുത്. ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ആമേൻ എന്ന് പ്രത്യുത്തരിക്കുകയും വേണം.
വ്യർത്ഥമായി പോയൊരെൻ്റെ ജീവൻ. അർത്ഥവും രൂപവും നീയേകി, വാക്കുകളില്ല നന്ദി ചൊല്ലുവാൻ. കാഴ്ചയേകാം എൻ്റെ മാനസം, ഇത്രയേറെ നന്മയെനിക്കേകാം. അത്ര എന്നെ സ്നേഹിക്കുന്നു ദൈവം. വ്യർത്ഥമായി പോയൊരെൻ്റെ ജീവൻ. അർത്ഥവും രൂപവും നീയേകി, വാക്കുകളില്ല നന്ദി ചൊല്ലുവാൻ. കാഴ്ചയേകാം എൻ്റെ മാനസം. ആഴക്കടലിൽ അലഞ്ഞോരൻ്റെ ആശ്വാസതീരം കാട്ടി. ആർദ്രസ്നേഹത്തിൻ പൊൻതൂവലാലെൻ്റെ ആത്മാവിൽ നീ തലോടി. ആഴക്കടലിൽ അലഞ്ഞോരൻ്റെ ആശ്വാസതീരം കാട്ടി. ആർദ്രസ്നേഹത്തിൻ പൊൻതൂവലാലെൻ്റെ ആത്മാവിൽ നീ തലോടി. ക്ലേശങ്ങളിലെൻ കൂട്ടാളിയായി എനിക്കാശ്വാസത്തേൻ മഴയാ. ക്ലേശങ്ങളിലെൻ കൂട്ടാളിയായി എനിക്കാശ്വാസത്തേൻ മഴയാ. ഇത്രയേറെ നന്മയെനിക്കേകാം. അത്ര എന്നെ സ്നേഹിക്കുന്ന ദൈവം. വ്യർത്ഥമായി പോയൊരെൻ്റെ ജീവൻ. അർത്ഥവും രൂപവും നീയേകി, വാക്കുകളില്ല നന്ദി ചൊല്ലുവാൻ. കാഴ്ചയേകാം എൻ്റെ മാനസം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനത്താൽ പരിപോഷിതരായി അങ്ങേ കാരുണ്യം കേണപേക്ഷിക്കുന്ന ഞങ്ങൾ അങ്ങേയ്ക്ക് കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങേ ആത്മാവിൻ്റെ വർഷത്താൽ സ്വർഗീയ ശക്തി പ്രവേശിച്ചവരിലെല്ലാം നിഷ്കളങ്കതയുടെ കൃപ നിലനിൽക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഇരിക്കുക. കൊച്ചി രൂപത സാന്തോം സെയിൻറ്റ് തോമസ് പള്ളി ഇടവക കാഞ്ഞിരപ്പറമ്പിൽ അഗസ്റ്റിൻ്റെയും മേരിയുടെയും മകൻ ഫെഡറിക് ജാക്സൺ, ഈ ഇടവക മണ്ണേഴത്ത് റോബിൻ ഡി സിൽവായുടെയും ഡെൽഫി ഡി സിൽവായുടെയും മകൾ രേഷ്മ ഡി സിൽവായെ വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇത് ഒന്നാമത്തെ വിളിച്ചെല്ലാവുന്നു. ഈ വിവാഹത്തിന് തടസ്സം വല്ലതുമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛനെ അറിയിക്കേണ്ടതാണ്. അറിയിപ്പുകൾ: കഴിഞ്ഞ ആഴ്ചയിലെ കാഴ്ച സമർപ്പണം 3010 രൂപ. 2021 ഡയറി നമുക്കിവിടെ ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾക്ക് 2021 വർഷത്തിലെ എന്തെങ്കിലും കാര്യങ്ങൾ ഡയറിയിൽ എഴുതുവാനുണ്ടെങ്കിൽ, കല്യാണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കിപ്പോൾ വന്ന് എഴുതിക്കാവുന്നതാണ്. ഇന്നല്ല കേട്ടോ, ഈ ദിവസങ്ങളിൽ.
അടുത്ത ഞായറാഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചകളിലും ഇനി മുതൽ 2 ദിവ്യബലികളുണ്ടായിരിക്കും. രാവിലെ 6:30-നും 9 മണിക്കുമായിരിക്കും ദിവ്യബലികൾ നടത്തുക. മുൻപ് നമ്മൾ സംഘടിപ്പിച്ചതുപോലെ യൂണിറ്റുകളിൽ നിന്ന് 3 പേർ വീതമായിട്ട് അതിൽ പങ്കെടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. യൂണിറ്റ് ഭാരവാഹികൾ, കേന്ദ്രസമിതി ഭാരവാഹികളും അത് ഓർഗനൈസ് ചെയ്യുന്നതായിരിക്കും. രാവിലെ 6:30-നും 9 മണിക്കുമായിരിക്കും ഞായറാഴ്ചകളിലെ ദിവ്യബലികൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ മിഷൻ ഞായറിൻ്റെ കലണ്ടറുകൾ എത്തിയിട്ടുണ്ട്. അത് യൂണിറ്റുകൾ വഴി നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നതായിരിക്കും. ഈ വർഷം മിഷൻ ഞായറിന് പ്രത്യേകമായി സംഭാവന കവറുകൾ നൽകുന്നതല്ല. നമുക്കറിയാം, സാമ്പത്തികമായിട്ട് പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട്. പക്ഷേ ആർക്കെങ്കിലും പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് മിഷന് വേണ്ടി സംഭാവനകൾ നൽകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി എന്നെ ഏൽപ്പിക്കാവുന്നതാണ്. ഈ ഇടവക സെയിൻറ്റ് ജൂഡ് കുടുംബ യൂണിറ്റ് അംഗം തച്ചപ്പള്ളി ലില്ലി ജോസഫ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. മൃതസംസ്കാര കർമ്മം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടത്തപ്പെടുന്നതായിരിക്കും. പരേതയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമാപനാശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. അവിടുന്ന് തൻ്റെ വദനം നിങ്ങളുടെ നേർക്ക് തിരിക്കുകയും നിങ്ങൾക്ക് തൻ്റെ സമാധാനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നന്മനേരും അമ്മ, വിണ്ണിൻ രാജകന്യാ, ധന്യ സർവവന്യാ, മേരി ലോകമാതാ, കണ്ണിലും നീയാകും പുണ്യേശു തൻ്റെ അമ്മയായ മേരി, മേരി ലോകമാതാ, മാതാവേ മാതാവേ മണ്ണിൽ ദീപം നീയേ, നീയല്ലോ നീയല്ലോ നിത്യ സ്നേഹധാരാ, കുമ്പിൽ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ, കാരുണ്യാദി നാദാ, മേരി ലോകമാതാ, നന്മനേരും അമ്മ, വിണ്ണിൻ രാജകന്യാ, ധന്യ സർവവന്യാ,